ഹസന ഉംറ സംഘം നിലവിലെ ഹുദൈബിയ യാത്രയിലാണ്. ഹുദൈബിയ യാത്രയിൽ പ്രധാനപ്പെട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഒട്ടകത്തിൻ്റെ ഫാമിലുള്ള കാഴ്ചകൾ. നാട്ടുകാരെ അപേക്ഷിച്ച് ഏറ്റവും സന്തോഷകരവും കൗതുകവുമായ കാഴ്ചയാണ് ഒട്ടകത്തിൻ്റെ ഫാമിലെ മനോഹരമായ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ വന്ന പ്രിയപ്പെട്ട ഉപ്പന്മാരൊക്കെ കണ്ടില്ലേ, ഒട്ടകത്തിൽ കയറുന്നു, ആസ്വദിക്കുന്നു. ഒരു ആൾക്ക് കയറാൻ വേണ്ടി 10 റിയാൽ വരെയാണ് ചിലവുള്ളത് ഒരു യാത്രയ്ക്ക്. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ലത്തീഫ്ക്കയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒട്ടകത്തെ സവാരി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ലത്തീഫ്ക്ക തുടങ്ങിയതോടെ പിന്നെ പലർക്കും ആഗ്രഹം വന്നു. അങ്ങനെ പലരുമായി കയറാൻ തുടങ്ങി. ഇത് നമ്മൾ കൂടുതലുള്ള യാത്രയിൽ ഉണ്ടായിരുന്ന ചെറിയ കുഞ്ഞുങ്ങളാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, 2 ഇത്താത്താരും ഒരു അനിയനും അവർ എൻജോയ് ചെയ്തുകൊണ്ട് ഒട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ബാക്കി പലരും കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കൂടി വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ആ കുഞ്ഞുങ്ങളും യാത്ര ചെയ്തു, അവരും വളരെയധികം റാഹത്തായി. അതിനുശേഷം അങ്ങനെ അവരെല്ലാവരും കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ യാത്രയിൽ പ്രത്യേകം തന്നെ രസികനായിരുന്ന ബഹുമാനപ്പെട്ട ബാക്തവി ഉസ്താദ്, അദ്ദേഹത്തിനൊരു ആഗ്രഹം ഒട്ടകത്തിൽ കയറണം. പ്രിയതമയെ കൂട്ടാതെ സ്വന്തമായി കൊണ്ട് അദ്ദേഹം ഒട്ടകത്തിൽ കയറി ആ ഒരു യാത്ര ആസ്വദിച്ചു. എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മളെ ബാക്തവി ഉസ്താദ് നമ്മുടെ യാത്രയിൽ ഒരു തുറന്ന മനസ്സിൻ്റെ നിറകുടമായിരുന്നു. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഈ ഒരു പ്രായമാണെങ്കിലും ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവാം ഇവരുടെയൊക്കെ സന്തോഷങ്ങൾ കാണുമ്പോൾ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ എല്ലാവരും ഉപ്പമാരൊക്കെ ഒട്ടകത്തിൻ്റെ കാഴ്ചകൾ കാണുകയാണ്, ആസ്വദിക്കുകയാണ്. ഇവിടെ തന്നെ നമുക്ക് 5 റിയാൽ കൊടുത്താൽ നമുക്ക് പാല് കുടിക്കാൻ ലഭിക്കുമെന്നുള്ളത് വാസ്തവമായ മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ ആ ഒട്ടകത്തിൻ്റെ പാറാവുകാരൻ കണ്ടില്ലേ, ഒരു കടലാസ് ബോക്സ് ഇട്ട് കൊടുത്തപ്പോഴേക്കും ആ ഒട്ടകങ്ങൾ മുഴുവനും അതിനെ എന്തോ വലിയ സന്തോഷം പോലെ കടിച്ച് കീറി കഴിക്കുന്നു. അത് അവരുടെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ അതോ ഇവരുടെ പ്രത്യേക ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ആ ഒരു കടലാസ് ബോക്സിനെ മുഴുവനും അവർ കഴിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. കണ്ട ഇഷ്ടം പോലെ ഒട്ടകങ്ങളുണ്ട്. ഓരോ കമ്പിക്കൂടിനുള്ളിലാണ് ഒട്ടകങ്ങൾ എല്ലാവരും ഉള്ളത് കേട്ടോ. തങ്ങളുപ്പാപ്പ നമ്മുടെ ചരിത്രത്തിൽ 35 വയസ്സു മുതൽ തുടങ്ങി 40 പോയി 43 കടന്നു. ഹബീബ് ഇന്ന് 53 എന്തായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് വരെ നമ്മൾ നിലവിൽ പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെ 53 വയസ്സിൽ ഹിജ്റ പോയ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലാണ് നിലവിലുള്ളത്. ഹബീബായ തങ്ങളും സ്വഹാബത്തും മദീനയിൽ അവിടെ ദീനീ പ്രബോധനം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ആരംഭപ്പൂവിൻ്റെ ആ ഹ്രസ്വമായ ശൈലി, സ്വഹാബത്തിൻ്റെ ആ ഒരു നല്ല നിലക്കുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ എല്ലാം കണ്ട് മദീനത്ത് ഇങ്ങനെ ഇസ്ലാം പ്രഭ ആർജിച്ചു കൊണ്ടേയിരിക്കുന്നൊരു സമയമാണ്. ഈ സമയത്താണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ മദീനയിലേക്ക് പോയിട്ട് ഇന്നേക്ക് 5 വർഷം കഴിഞ്ഞു. ഹബീബിന് എത്ര വയസ്സാപ്പം? 58 അല്ലേ. 58ാമത് വയസ്സിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഒരു ദിനം സ്വപ്നം കാണാം. പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്നതും ഇവിടെ ഒന്ന് ഉംറ ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്നെല്ലാം സ്വപ്നം കണ്ടു. ഹബീബായ തങ്ങളുപ്പാപ്പ ഇവിടുന്ന് മദീനയിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും പോയത് ഇവിടുത്തെ സാഹചര്യം കൊണ്ട് പോയതല്ലേ. അങ്ങനെയൊക്കെ ആണ് എങ്കിലും ഹബീബിന്റെ മനസ്സെപ്പോഴും പരിശുദ്ധമായ കഅബാലയത്തിലാണ് ഉണ്ടായിരുന്നത്. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ശരിക്കും മുത്തിന്റെ കൂടെ പോകണ്ട, എന്നാലേ നമുക്ക് ഈ പറയണ എന്താണ് ഹബീബ് അന്ന് അനുഭവിച്ച റിയാലിറ്റി എന്ന് മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ മദീനത്തേക്ക് 15 ദിവസം സിയാറത്തിന് വന്നതുപോലെ അല്ലത്. ഇത് ഒരു നാട്ടിൽ നിന്ന് പാടെ പോയി. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ മനസ്സ് എപ്പോഴുള്ളത് ഞാൻ പറഞ്ഞല്ലോ, മസ്ജിദുൽ ഖിബ്ലത്തിലേക്ക് പറഞ്ഞ ഹബീബിന്റെ എപ്പോഴും മനസ്സിൽ പരിശുദ്ധ കഅബയിലേക്കായിരുന്നു. അങ്ങനെ പരിശുദ്ധമായ ഉംറ ചെയ്യുന്ന ആ ഒരു സ്വപ്നം കണ്ടതോടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഞാനിങ്ങനെ ചരിത്രമാനം കുറെ മുത്തനബിന്റെ പേര് വരും, 15ഓളം സ്വലാത്തിന്റെ കൂടെ ഇതൊക്കെ ഉണ്ടാവുന്ന ആൾക്ക് മനസ്സിലായില്ലേ ട്ടാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ അടുത്ത ദിവസം രാവിലെ തീരുമാനിച്ചു മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറക്ക് പോകുന്നുണ്ടുള്ള വിവരം സ്വഹാബത്ത് എല്ലാവരും അറിഞ്ഞതോടെ സ്വഹാബത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി തങ്ങളെ ഞങ്ങളും കൂടെ നിങ്ങളെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പ ഇവിടുന്ന് 5 വർഷം മുമ്പ് പോകുമ്പോൾ മക്കക്കാരുടെ ആ ഒരു ശല്യം സഹിക്കാൻ കഴിയാതെയാണ് പോണത്.
അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളുപ്പാപ്പ രണ്ടാമത് പരിശുദ്ധ മക്കയിലേക്ക് വരുമ്പോ ഒരു ആൾബലം, ഒരു സംഘം ഉണ്ടായിക്കോട്ടെ എനിക്ക് എല്ലാവർക്കും സമ്മതം കൊടുത്തു. ആ സമ്മതം കൊടുക്കൽ 1500 സ്വഹാബത്തിലേക്ക് എത്തിപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുന്നത് 1500 സ്വഹാബത്തായിരുന്നു. അങ്ങനെ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിൽ കയറി സ്വഹാബത്തും കയറി. അങ്ങനെ അവർ ഉംറയ്ക്ക് വേണ്ടി മദീനയിൽ നിന്നും മക്കയിലേക്ക് പോരുകയാണ്. ഉംറ കഴിഞ്ഞാൽ അറവ് സുന്നത്തുണ്ട്. അപ്പൊ അറവ് മൃഗങ്ങളെ കൊണ്ടും എല്ലാം കൂടി എടുത്തുകൊണ്ടാ പോരുന്നത്. അങ്ങനെ പോന്നു. അപ്പൊ ഒട്ടകത്തിന്റെ പുറത്താ പോരുന്നത്. നമ്മളെ മനസ്സ് ചിന്തിക്കണം, അന്ന കാലത്തും ഇന്ന കാലത്തും പൊരി വെയിലാണ് അല്ലെ. അന്ന് കുറച്ച് കുറവ്, ഇപ്പൊ കൂടുതലൊന്നുമില്ല. ഏതായാലും ആ പൊരി വെയിലത്ത് ദിവസങ്ങളോളം എടുത്തുകൊണ്ട് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഏകദേശം 400 കിലോമീറ്റർ ആണ് ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് ശരാശരി മദീനയിൽ നിന്നുള്ളത്. മക്കയിലേക്ക് 445 കിലോമീറ്റർ. അപ്പൊ 400 കിലോമീറ്റർ എന്ന് പറഞ്ഞ വന്ന ആ ഒരു ഒട്ടകത്തിന്റെ സംഘം ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം സനിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ഒട്ടകം തിരിഞ്ഞ് നേരെ ഈ ഹുദൈബിയയിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോ ആരംഭപ്പൂവായ തങ്ങൾ പറഞ്ഞു, അബ്രഹത്തിന്റെ രാജാവ് പരിശുദ്ധ കഅബാലയം പൊളിക്കാൻ വന്നപ്പോൾ അവരെ തിരിച്ചുവിട്ട, അവരെ തകർത്ത നേതാവ്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഒരു ഉപമയാണത്. ആ അള്ളാഹുവാണ് ഈ ഖസ്വനെ തിരിച്ചു വിട്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഖസ്വ നേരെ തിരിഞ്ഞു വന്ന് എത്തിയ ഒരു സ്ഥലമാണ് ഈ ഹുദൈബിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഖസ്വ ഇവിടെ എത്തി. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ നേരിട്ട് മക്കയിലേക്ക് പോകുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഖസ്വ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഖസ്വഇന് ഹബീബിന്റെ എന്താണോ ആവശ്യം, മുത്തിന് എന്താണോ ആവശ്യം, അതാണ് ഖസ്വ ചെയ്യുക. തങ്ങൾക്ക് അവിടെ അപകടം ഉണ്ടെങ്കിൽ ഖസ്വ അങ്ങോട്ട് പോകില്ല. തങ്ങൾക്ക് ഇപ്പൊ ഒന്ന് ക്ഷീണം ഉണ്ടെങ്കിൽ ഖസ്വ ഒന്ന് താന്നു കൊടുക്കും. തങ്ങൾക്കൊന്ന് പെട്ടെന്ന് കയറണം തോന്നിയ ഖസ്വ എന്ത് ആവശ്യമുണ്ട് അതായിരുന്നു. അത്രമാത്രം തങ്ങളെ പ്രണയിച്ച ഒരു ഒട്ടകമായിരുന്നു ഖസ്വ എന്നുള്ളത്. അതുകൊണ്ടല്ലേ ആരംഭപ്പൂവിന്റെ വഫാത്തിന് ശേഷം ഖസ്വ പട്ടിണിയല്ലായിരുന്നു. ഭക്ഷണം കിട്ടാനായിട്ടാണോ? അല്ല, അങ്ങനെ പട്ടിണി കിടന്ന് മരണപ്പെട്ടതാണല്ലോ ഖസ്വ എന്നുള്ളത്. അപ്പൊ അത്ര മഹത്വമുള്ള ഭാഗ്യമുള്ള ഒരു ഒട്ടകമായിരുന്നു ഖസ്വ. ഖസ്വ കൊണ്ടുവന്നു മുത്തായ തങ്ങളുപ്പാപ്പയെ സ്വഹാബത്ത് എല്ലാവരും ഈ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ എന്തോ ഒരു അപകടം കണ്ടതുകൊണ്ട് തന്നെ മക്കയിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അലിയാർ തങ്ങളുപ്പാപ്പയെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. അലിയാർ തങ്ങളുപ്പാപ്പ പറഞ്ഞു, നബിയെ, ഞാൻ മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോ അവിടുത്തെ എന്തൊക്കെ സംഭവിക്കാൻ പറയാൻ പറ്റില്ല. കാരണം എന്റെ ബാക്കിക്കാരും മക്കയിലില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ തങ്ങളുപ്പാപ്പാനെ പറഞ്ഞേച്ചാല് കാര്യങ്ങൾ എളുപ്പത്തിൽ. കാരണം ഉസ്മാൻ തങ്ങളുപ്പാപ്പയുടെ ഫാമിലി അവിടെ ഉണ്ട്. നിലവിൽ മുത്തും സ്വഹാബത്തും ഉള്ള സ്ഥലമുണ്ട് ഈ നിൽക്കുന്ന സ്ഥലം. ഇത് ഇന്ന മൈന്യൂട്ട് അല്ലെങ്കിലും ഈ ഒരു പ്രദേശം. അങ്ങനെ ഉസ്മാൻ തങ്ങളുപ്പാപ്പ പോവുകയാണ് പരിശുദ്ധ മക്കയിലേക്ക്. അവിടുത്തെ സാഹചര്യങ്ങൾ അറിയാൻ വേണ്ടി ചെന്നു നോക്കി. മക്കയിൽ ചെന്ന സമയത്ത് അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുത്തായ തങ്ങളും സ്വഹാബത്തും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ മക്കക്കാര് പറഞ്ഞു ഉസ്മാൻ തങ്ങളോട്, നിങ്ങൾ വേണമെങ്കിൽ ഉംറ ചെയ്ത് പോയിക്കോളൂ, അല്ലാതെ മുഹമ്മദിനെയും സംഘത്തെയും ഞങ്ങൾ ഇങ്ങോട്ട് അടുപ്പിക്കുകയില്ല. ഇതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, എന്റെ ഹബീബ് ചെയ്യാത്തൊരു ഉംറ അത് ഞാൻ ചെയ്യുകയില്ല. ഉസ്മാൻ തങ്ങൾ ഉപ്പാപ്പ പോയിട്ട് തിരിച്ചു വരുന്നത് കാണുന്നില്ല. അപ്പൊ മക്കയിൽ നിന്ന് അപ്പോഴേക്കും ഒരു ദൂതനെ പറഞ്ഞയച്ചു. അന്ന് കാലങ്ങളിലൊക്കെ, ഇപ്പൊ നമുക്കൊരു വീഡിയോ കോൾ ചെയ്ത് അവിടുത്തെ വിവരങ്ങൾ അറിയാം അല്ലെ, മക്കയിലെ മൊബൈൽ അടിച്ച ലൈവ് കാണാം. അന്നങ്ങനല്ല, ദൂതന്മാർ മുഖേന ഒരു ദൂതനെ പറഞ്ഞേക്കും ഇവിടെ എന്താ സാഹചര്യം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദൂതൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ആ ദൂതൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ കാണുന്ന കാഴ്ച എന്താ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ വുളു എടുക്കുന്നുണ്ട്. ആ വുളുയിലെ ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് പോകുന്നില്ല. മുഴുവൻ ആ സ്വഹാബത്ത് ഇങ്ങനെ എടുത്ത് കുടിക്കാം. ഹബീബിന്റെ ആ ഒരു വിയർപ്പ് പരിമളമായിരുന്നല്ലോ. സ്വഹാബത്ത് എല്ലാം എടുത്താൽ എത്രയാക്കി പുരട്ടുമായിരുന്നു. ഹബീബ് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അത് ഭൂമി വിഴുങ്ങുമായിരുന്നു. ഹബീബിന്റെ ശരീരത്തിൽ രക്തം വന്നപ്പോ കുടിച്ച സംഭവം ഞാൻ ഉഹദിൽ നിന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തുടങ്ങി ഒന്നിനെയും ഭൂമിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനോ മുത്തായ തങ്ങളുപ്പാപ്പയുടെ കൂടെയുള്ള സ്വഹാബത്ത് സമ്മതിക്കൂല. അതായിരുന്നു അവരെ മഹബത്ത് എന്നുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ മഹബത്ത് പോലെ നമ്മളെ ഹൃദയത്തിലേക്കും ഇട്ടു തരുമാറാവട്ടെ.
പ്രിയമുള്ളവരെ പറഞ്ഞു കൊണ്ടുവന്നത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കണ്ട രംഗം, ഇവിടെ മൊത്തത്തിൽ എന്താണ്, എല്ലാവരും ഇങ്ങനെ ഈ വുളു എടുക്കുന്ന വെള്ളം വരെ കുടിക്കുന്ന രംഗമുണ്ട്. അദ്ദേഹം തിരിച്ചു നിന്ന് മക്കയിൽ പോയി പറഞ്ഞു, മുഹമ്മദും സംഘവും ഒരുങ്ങി തയ്യാറായിട്ടുള്ള വരവാട്ട. എന്താണ്, കാരണം അത്രയും കട്ടക്ക് നമ്മൾ കട്ടക്കട്ട നിൽക്കാറില്ലേ, അതുപോലെ തയ്യാറായി വന്നതാണ്. അത്ര ആ രംഗം പോയി കണ്ടത്. മുത്തിന് മുഹമ്മദിന്റെ ഒരു വുളു കൊടുക്കുന്ന വെള്ളം പോലും ആ സ്വഹാബത്ത് താഴേക്ക് വീഴാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു സമയമായപ്പോ ഉസ്മാൻ തങ്ങളുപ്പാപ്പ തിരിച്ചു വരുന്നില്ല. ഇതോടെ ഹബീബായ തങ്ങളുപ്പാപ്പക്കും സ്വഹാബത്തിനും ദേഷ്യം വന്നു. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പ പറഞ്ഞു, സ്വഹാബ, നമ്മളിൽ നിന്ന് ഒരാൾ പോലും ബാക്കിയാവുന്നത് വരെ നമ്മൾ തിരിച്ചു പോവുകയില്ല. അതായത് നേരെ പോവാ, യുദ്ധം ചെയ്യാ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ നീട്ടി ബൈഅത്തുർ റിദ്വാൻ, തങ്ങളുപ്പാപ്പ കൈ നീട്ടി. എന്തിനറിയോ, എല്ലാവരും ഏകോപന തീരുമാനത്തിനും സ്വഹാബത്ത് ഇവിടെ കൈവച്ചു, അടുത്ത സ്വഹാബത്ത് കൈവച്ചു, അങ്ങനെ മുഴുവൻ സ്വഹാബത്തുകളും കൈവച്ചു. അവസാനത്തെ ഒരു കൈ ബാക്കിയുണ്ട്. അതാരെ കയ്യാ? ഉസ്മാൻ തങ്ങളുപ്പാപ്പാന്റെ കൈ ബാക്കിയുണ്ട്. ഉസ്മാൻ തങ്ങളുപ്പാപ്പ ഇല്ലല്ലോ. ഉസ്മാൻ തങ്ങളുപ്പാപ്പാന്റെ കയ്യിന് പകരം ഹബീബായ തങ്ങളുപ്പാപ്പാന്റെ കയ്യിന് മുകളിൽ വെച്ചു. അങ്ങനെ അവർ തീരുമാനമെടുത്തു, എന്ത്, നമ്മളിൽ നിന്ന് ഒരാൾ പോലും ബാക്കിയാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, നേരിട്ട് പോയി അവരെ നേരിടും എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഈ സമയത്താണ് ഇങ്ങോട്ട് ഉസ്മാൻ തങ്ങളുപ്പാപ്പ തിരിച്ചു വരുന്നു. കൂടെ വരുന്നത് സുഹൈൽ ഇബ്നു അംർ അല്ലേ, സുഹൈൽ ഇബ്നു അംർ. പിന്നീട് മുസ്ലിമായിട്ട് നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിലേക്ക് മാച്ചാൻ വേണ്ടി സുഹൈൽ എന്നുള്ളവർ വന്നു കേട്ടോ. മറ്റത് നമ്മൾ പിള്ളേരെ മഹത്വവൽക്കരിച്ച ശൈലി ചരിത്രത്തിന്റെ രൂപത്തിലേക്ക് മാച്ചാവുമല്ലോ. ഏതായാലും സുഹൈൽ എന്നുള്ളവർ വന്നുകൊണ്ട് മുത്തായ തങ്ങളുപ്പാപ്പ സ്വഹാബത്തിനും പറഞ്ഞു, മുഹമ്മദേ, തൽക്കാലം ഇപ്രാവശ്യം ഇവിടുന്ന് പോവാം. സുഹൈലിനെ പറഞ്ഞത് അവിടുന്ന് മധ്യസ്ഥങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾ മുഹമ്മദ് പോയി തിരിച്ചു പറഞ്ഞേക്കാം, തൽക്കാലം ഇപ്രാവശ്യം നിങ്ങൾ പോകണം ഇവിടുന്ന്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉംറ ചെയ്യാനും 3 ദിവസം പരിശുദ്ധ മക്കയിൽ താമസിക്കാനും സൗകര്യം ചെയ്തരാന്നല്ലേ സുഹൈൽ എന്നുള്ളവർ പറഞ്ഞു. ഇത് കേട്ടപ്പോ സ്വഹാബത്താകെ വിഷമത്തിലായി. ഒരുപാട് കൊതിച്ചിരുന്ന പരിശുദ്ധമായ കഅബാലയം, പരിശുദ്ധ മക്കയൊന്ന് കാണാൻ കൊതിച്ച് അങ്ങ് മദീന മുനവ്വറയിൽ നിന്ന് പ്രതീക്ഷയോടെ വന്ന് ഇവിടെ കാത്തിരിക്കാൻ. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ തിരിച്ചു പോകണം, നമ്മളെല്ലാവരും ഒന്ന് ഉംറയ്ക്ക് പോരാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് തയ്യാറായി. ഹസന ഹോളിഡേസിന്റെ കൂടെ അല്ലേ, എല്ലാവരും ഹസന ഉമ്മനെ കൂടെ ചെയ്യാറല്ലേ, എന്നോ തയ്യാറായി. എന്നിട്ട് ജനുവരി 11 മുസ്ലിയാരെ വിളിച്ചു പറയാൻ അങ്ങോട്ട് നാളെ ഫ്ലൈറ്റ് ഇല്ലാന്ന്. അപ്പൊ നിങ്ങളെ മനസ്സുണ്ടായ ദേഷ്യമുണ്ടല്ലോ, വികാരമുണ്ടല്ലോ, ഉണ്ട്. നിങ്ങളാരും മുത്തയ്ക്കാവുണ്ട്, എല്ലാവർക്കും ദേഷ്യമുണ്ട്, അതുണ്ടാവും, മനസ്സിലായല്ലേ? അത് മനുഷ്യ സഹജമാണ്. ആ വികാരം നമുക്ക് ജസ്റ്റ് ചെറിയൊരു സമയത്തുണ്ടായിരുന്നെങ്കിൽ, സ്വഹാബത്ത് 400ഓളം കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോ ആ സ്വഹാബത്തിന് പറയാ, ഈ 400 നിങ്ങൾ തിരിച്ചെന്ന് പോകണമെന്നുള്ളത് എത്രമാത്രം വേദനയുണ്ടാവും. സ്വഹാബത്ത് മുത്തായ തങ്ങൾ പറഞ്ഞു, തങ്ങളെ തിരിച്ചു പോകണ്ട, നമുക്ക് തിരിച്ചു പോകണ്ട, നമുക്ക് ഉംറ ചെയ്ത് പോകാതെയും. സുഹൈൽ പറഞ്ഞു, മുഹമ്മദ്, ഇത്തവണ ഇവിടെ തിരിച്ചു പോയേ മതിയാവൂ, അല്ല എങ്കിൽ എന്താവും, ഇവിടെ കലഹങ്ങൾ ഉണ്ടാവും. സ്വഹാബത്ത് പറഞ്ഞു, ആയിക്കോട്ടെ, നേരെ പോവാ, യുദ്ധം ചെയ്യാ, എന്നിട്ട് നമുക്ക് നേരെ തിരിച്ചു ഉംറ ചെയ്യാ, എന്നിട്ട് തിരിച്ചു പോവാം. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ സംയമന ശൈലിയോടായിരുന്നു എപ്പോഴും സ്വീകരിച്ചിരുന്നത്. ഹബീബായ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എന്നാൽ തിരിച്ചു പോവാ എന്നുള്ള തീരുമാനമായി. അങ്ങനെ തിരിച്ചു പോവുകയാണെങ്കിൽ തന്നെ ആദ്യം ഉടമ്പടി എഴുതണല്ലോ. ഇനിയിപ്പോ അടുത്ത വർഷം വരുമ്പോ നീ തീരുമാനം മാറ്റി പറഞ്ഞാലോ, അതുകൊണ്ട് ഉടമ്പടി എഴുതണം. അങ്ങനെ ഉടമ്പടി എഴുതുകയാണ് ഹബീബായ തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും കൂടെ ആദ്യം ഉടമ്പടി എഴുതണം. അങ്ങനെ സുഹൈലും തങ്ങളുപ്പാപ്പയും സംസാരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിലായ ഉടമ്പടികൾ എഴുതി ചേർക്കുകയാണ്. ഉടമ്പടി ഒരുപാടുണ്ട്, എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ല, ഞാൻ ചെറിയ രൂപത്തിൽ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അങ്ങനെ ഉടമ്പടിയിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, മുഹമ്മദ് മക്കയിൽ നിന്ന് മക്കയിൽ നമ്മൾ തമ്മിൽ ഒരു 5 വർഷത്തിന് 5-10 വർഷം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-10 വർഷം, 10 വർഷത്തിന് ഒരു യുദ്ധവും ഉണ്ടാവാൻ പാടില്ല. വളരെ മാന്യമായ ഒരു അഭിപ്രായമാണ് അല്ലെ. അത് എഴുതി. രണ്ടാമത് എഴുതി, ആദ്യം തന്നെ എന്ത്, ഈ ഉടമ്പടി എഴുതുമ്പോ ആദ്യം എഴുതി സ്വഹാബത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണല്ലോ നമ്മൾ ഇസ്ലാമിന്റെ ശൈലി. ആ സമയത്ത് ഈ സുഹൈൽ ചോദിക്കാം, ബിസ്മില്ല അതാരാണ്? ഈ ബിസ്മില്ല ഓക്കെ, സുഹൈലിന് അവർക്ക് അള്ളാഹു അറിയും, പക്ഷെ റഹ്മാൻ റഹീമുമായ റഹ്മാൻ റഹീം എന്നല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, റഹ്മാൻ റഹീമുമായ അള്ളാഹു ആര്? അങ്ങനെ ഒരാളില്ല, അവർ വിശ്വാസമില്ല. അതുകൊണ്ട് ആ റഹ്മാനും റഹീമിനെ വെട്ടണം എന്നാണ് സുഹൈൽ. സ്വഹാബത്ത് ഇങ്ങനെ ദേഷ്യം പിടിച്ചിക്ക,
എന്തിനാണ് നബിയെ ഇങ്ങനൊക്കെ നമ്മൾ അവരെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യം? നമ്മൾ ഈ കണ്ട 1500 പേരിലെ പോയി യുദ്ധം ചെയ്ത് ഉംറ ചെയ്തോടെ. ഇതായിരുന്നു സ്വഹാബത്തിന്റെ തീരുമാനം. അങ്ങനെ മുത്തായ തങ്ങളുപ്പ പറഞ്ഞു, വെട്ടു സ്വഹാബ എന്ന് പറഞ്ഞു. സുഹൈൽ പറഞ്ഞപ്പോ മുത്ത് പറഞ്ഞു, വെട്ടാൻ പറഞ്ഞു. തങ്ങളപ്പുറം സംയമന ചിന്തിക്കുന്നത്. അങ്ങനെ സ്വഹാബത്ത് വെട്ടുന്നില്ല. മനമില്ലാ മനസ്സോടെ നിൽക്കുന്ന സ്വഹാബത്തിനോട് വീണ്ടും മുത്തായ തങ്ങൾ പറഞ്ഞു, വെട്ടു സ്വഹാബ. അങ്ങനെ രണ്ടാമത് പറഞ്ഞപ്പോ സ്വഹാബത്ത് വേദനയോടെ റഹ്മാൻ റഹീം എന്നുള്ളത് വെട്ടി. അങ്ങനെ ഉടമ്പടികൾ ഒരുപാട് എഴുതി. അതിൽ പ്രധാനപ്പെട്ട ഉടമ്പടിയായിരുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആര് വന്നാലും സ്വീകരിക്കരുത്. ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്നാൽ സ്വീകരിക്കരുത്. ഓക്കെ, മുത്തായ തങ്ങൾ പറഞ്ഞു നഅം, എഴുതി, ഉടമ്പടി എഴുതി. പിന്നെ പറഞ്ഞു, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആരെങ്കിലും വന്നാൽ അത് ഞങ്ങൾ തിരിച്ചു പറഞ്ഞയക്കുകയില്ല. എത്രമാത്രം നിങ്ങൾ ആലോചിച്ചു, എത്രമാത്രം എന്താണ് ആധിപത്യം, എത്രമാത്രം എന്താണ് പറയാ, പക്ഷപാതം, വൈരുദ്ധ്യം, പക്ഷപാതം. എന്താണ് സംഗതി മനസ്സിലായി? എത്രമാത്രം പക്ഷപാതം അല്ലെ വൈരുദ്ധ്യമാണ് ആ ഒരു നിയമം. അങ്ങനെ എഴുതാൻ പറഞ്ഞു. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിപ്പോ പറഞ്ഞു, എഴുതൂ സ്വഹാബ. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നാണ് നടപ്പിലാവേണ്ടത്. ആ സമയത്ത് ഉമർ തങ്ങൾ ഉപ്പാപ്പ വരെ ചോദിച്ചത്രേ, എന്തിനാണ് നബിയെ ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്നത്? നമ്മുടെ ഇസ്ലാം ശരിയായ ഒരു മതമല്ലേ എന്ന് വരെ ചോദിച്ച് സ്വഹാബത്തിന് ദേഷ്യവും വിഷമവും സഹിക്കാൻ കഴിയുന്നത്. ഈ സുഹൈലിന് മുമ്പിലാണ് മുട്ടുകുത്തുന്നത്. ഇതോടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയും സ്വഹാബത്തും ഇരിക്കുന്ന സദസ്സിൽ അങ്ങനെ ഓരോ ഉടമ്പടികൾ എഴുതുകയാണ്. അങ്ങനെ എഴുതി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആരെയും സ്വീകരിക്കണ്ട, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആര് വന്നാലും സ്വീകരിക്കും. ഇതെല്ലാം എഴുതുന്ന സമയത്ത് ഹബീബിന്റെ അടുത്തിരിക്കുന്ന ഈ സുഹൈലിന്റെ കൂടെ വന്നിരുന്ന ഒരാളുണ്ട്. അവരിങ്ങനെ മുത്തിനെങ്ങനെ താടിമെങ്ങനെ അവർ കയ്യിലെ കോലുകൊണ്ട് ഇങ്ങനെ കുത്തി കളിക്കാം. ഹബീബിന്റെ താടിമെങ്ങനെ കളിക്കാൻ, അതായത് എങ്ങനെയെങ്കിലും പ്രകോപനം ഉണ്ടാക്കാം. ഇത് കണ്ടപ്പോ സ്വഹാബത്തിന് വല്ലാതെ ദേഷ്യം പിടിച്ചു. ഒരു സ്വഹാബി ബാക്കിന് ഒരു കുത്തങ്ങൾ കൊടുത്തു, പറഞ്ഞു, ഞങ്ങളെ നബിയെങ്ങാനും തൊട്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ വികാരത്തോടെ അവർ പ്രതികരിച്ചു. അങ്ങനെ എഴുത്ത് തുടരുന്നു. എഴുത്തിന്റെ അവസാനം ഹബീബായ തങ്ങളുപ്പാപ്പ ഒപ്പുവെക്കാനുള്ള സമയമായി. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ ഒപ്പുവെക്കാണ്. നമ്മളാണ് ഒപ്പുവെക്കുന്നത്, അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പുവെക്കൂലേ, അതുപോലെ ഹബീബായ തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നങ്ങ് പറഞ്ഞുകൊണ്ട് ഒപ്പിടാൻ നിൽക്കുമ്പോ അന്ന് മുഹമ്മദ് റസൂൽ എഴുതിയപ്പോഴേക്കും സുഹൈൽ ചോദിക്ക, അല്ല മുഹമ്മദേ, ആരാണ് ഈ മുഹമ്മദുർ റസൂലുള്ളായ മുഹമ്മദ് ആരാണ്? അത് നമ്മക്കറിയില്ലല്ലോ. നമ്മക്കറിയുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയാണ്. അബ്ദുള്ളാന്റെ മകൻ മുഹമ്മദാണ്. അതുകൊണ്ട് ആ റസൂലുള്ള വെട്ടു മുഹമ്മദ് എന്ന് പറഞ്ഞു. സ്വഹാബത്തിനോട് മുത്തായ തങ്ങൾ പറഞ്ഞു, വെട്ടു സ്വഹാബ. സ്വഹാബത്ത് വെട്ടുന്നില്ല. സ്വഹാബത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിലെ വിഷമങ്ങനെ താങ്ങാൻ കഴിയാതെ അവർ വികാരത്തോടെ നിൽക്കുകയാണ്. മുത്ത് രണ്ടാമതും പറഞ്ഞു, വെട്ടു സ്വഹാബ, വെട്ടുന്നില്ല. മൂന്നാമതും പറഞ്ഞു, ഹബീബിനെ എതിർക്കാനുള്ള ഒരു നീയത്തോടെ അല്ല, സ്വഹാബത്തിന് കഴിയുന്നില്ല. കാരണം തങ്ങളുടെ നേതാവിനെ കുറിച്ചല്ലേ പറയുന്നത്. അങ്ങനെ മൂന്നാമതും സ്വഹാബത്ത് വെട്ടാത്തത് കണ്ടപ്പോ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെന്നങ്ങ് വാങ്ങിയിട്ട് ആ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള വെട്ടിയിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളാഹി എന്നാക്കി. ഇതോടെ സ്വഹാബത്തിന് വല്ലാത്ത വിഷമായി. അങ്ങനെ ഈ ഒരു ഉടമ്പടി എഴുതി നിൽക്കുന്ന ആ ഒരു പ്രസന്റ് ആണ് എന്ന് പറഞ്ഞാൽ സുഹൈലിന്റെ കൂടെ വന്നതുണ്ട്, മുത്തായ തങ്ങളുണ്ട്, ഇവിടെ സ്വഹാബത്തുണ്ട്. ഈ ഒരു സഭ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു ആ സഭയിലേക്ക് ജന്തൽ റളിയല്ലാഹു അൻഹു കയറി വരാൻ തന്നെ നടന്നിട്ടല്ല വരുന്നത്. മാസങ്ങളോളമായി മുത്തിനെ കാണാതെ, മുത്തിന്റെ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മക്കയിൽ ചെങ്ങലയിക്കിട്ടുകൊണ്ട് വല്ലാത്ത വേദനാജനകമായ അവസ്ഥയിൽ മുന്നോട്ട് പോയിരുന്ന ജന്തൽ തങ്ങളുപ്പാപ്പ അറിഞ്ഞു, ഹബീബായ തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും 45 കിലോമീറ്റർ ദൂരമുള്ള, ശരാശരി ദൂരമുള്ള ഹുദൈബിയ വരെ എത്തിയിട്ടുണ്ടെന്ന്. ജന്തൽ തങ്ങളുപ്പാപ്പ അവിടുന്ന് ചെങ്ങല പൊട്ടിച്ച് എങ്ങനെയോ നീന്തി ഏഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നേരിട്ട് വരാൻ കഴിയില്ല, കാലിലൊക്കെ ചെങ്ങലകൾ കൊണ്ടുള്ള പാടുകളുണ്ട്. ആരാണ് ഈ ജന്തൽ റളിയല്ലാഹു അൻഹു അറിയാമോ? ഈ സുഹൈലിന്റെ മകനാണ്. അങ്ങനെ അവിടുന്ന് എങ്ങനെയൊക്കെയോ ആരും അറിയാതെ രഹസ്യമായി വന്നു ഈ ഹുദൈബിയ എന്ന് പറയുന്ന ഈ മഹത്തമായ സ്ഥലത്തെത്തിയപ്പോഴാണ് ആദ്യമായി കാണുന്നത് സ്വന്തം ഉപ്പയായ
ക്രൂരനായ സുഹൈലിനെയായിരുന്നു. ജന്തൽ തങ്ങൾ പാപ്പയുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. എങ്കിലും ആ സുഹൈലിന്റെ പുറത്ത് നിൽക്കുന്നത് ഒരുപാട് കാലം കാണാൻ കൊതിച്ച, ഒരുപാട് കാലമായി ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ ആക്രമണങ്ങൾ മാത്രം സഹിക്കേണ്ടി വന്ന പുണ്യമാക്കപ്പെട്ട ഇസ്ലാമിന്റെ നേതാവാകുന്ന ഹബീബായ തങ്ങളുപ്പാപ്പയും സ്വഹാബത്തുമാണ്. അപ്പൊ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയെ കണ്ടതോടെ ജന്തൽ തങ്ങളുപ്പാപ്പ വിളിച്ചു പറയുകയാണ്, നബിയേ, ഒരുപാട് കാലമായി ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം ചെങ്ങലയിലാണ് ഞാൻ കിടക്കുന്നത് നബിയേ. എന്റെ ശരീരത്തിൽ മുഴുവനും ചെങ്ങലയുടെ അടയാളങ്ങളുണ്ട് നബിയേ. പാവം ജന്തലിനെയും തിരിച്ചു കൊണ്ടുപോകണം നബിയേ. ഇതങ്ങ് പറയേണ്ട താമസം സുഹൈലൊറ്റ പറച്ചില, മുഹമ്മദേ, നമ്മളിപ്പോ ഒരു കരാർ എഴുതിയിട്ടല്ലേ ഉള്ളൂ. ഈ കരാറെങ്ങാനും ഇപ്പൊ ഇവിടുന്ന് ലംഘിച്ചു കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം ഉറപ്പാണ്. തങ്ങളുപ്പാപ്പ വല്ലാതെ വിഷമത്തിലായി. തങ്ങൾ സുഹൈലിനോട് ചോദിച്ചു, സുഹൈലെ, നമ്മൾ ഈ കരാറിപ്പണം എഴുതിയിട്ടല്ലേ ഉള്ളൂ, ഒന്നങ്ങനെ മാറി കൊടുത്തൂടെ, ഇദ്ദേഹത്തെ കൂടി കൂട്ടിക്കൊണ്ടുപോയി കൂടെ? സുഹൈൽ പറഞ്ഞു, ഒരിക്കലും പറ്റില്ല. അങ്ങനെ ജന്തൽ തങ്ങളുപ്പാപ്പ പറഞ്ഞു, തങ്ങളെ, പാവം ഈ ജന്തലിനെ കൂട്ടാതെ തിരിച്ചു പോവല്ലേ. തങ്ങളുപ്പാപ്പാക്കും സ്വഹാബത്തിനും വല്ലാത്ത വിഷമം വന്നു. ജന്തൽ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, തിരിച്ചു പോവൂ ജന്തൽ, നിങ്ങൾ തിരിച്ചു പോവണമെന്ന് പറഞ്ഞു. സുഹൈലിന്റെ കൂടെ വന്ന കിങ്കരന്മാർ ജന്തൽ തങ്ങളുപ്പാപ്പാനെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ ആ ചെങ്ങലയിലിട്ട് കൊണ്ട് തിരിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ജന്തൽ തങ്ങളുപ്പാപ്പാക്ക് വല്ലാത്ത വിഷമത്തോടെ കരയുന്ന നിമിഷം കണ്ടുകൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും ഇരുന്ന് കരഞ്ഞു പോയി എന്നുവരെ ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും ഇവിടെ നിന്നെന്തായി, ഈ ഒരു ഉടമ്പടിയെല്ലാം എഴുതി സുഹൈല് തിരിച്ചുപോയി. ഇപ്പൊ നിലവിൽ തങ്ങളും സ്വഹാബത്തും ഇവിടെ ഉണ്ട്. തങ്ങളുപ്പാപ്പ എല്ലാവരും ഇഹ്റാമിലല്ല, എല്ലാവരും ദുൽഹുലൈഫയിൽ ഇഹ്റാം ചെയ്തിട്ടുണ്ട്. ദുൽഹുലൈഫയിൽ ഇഹ്റാം ചെയ്തിട്ടാ വന്നത് ഇങ്ങോട്ട്. അങ്ങനെ എല്ലാവരും ഇഹ്റാമിലാണ്. എന്ത് ചെയ്യാനാ? ഇനി ഉംറ ചെയ്യണം. ഉംറ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇനി എന്താ പരിഹാരം? ഇനി തല മുണ്ടനം ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഫിദിയ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തങ്ങളുപ്പാപ്പ പറഞ്ഞു, ഖും യാ സ്വഹാബ. സ്വഹാബത്ത് ഒരാളും എഴുന്നേൽക്കുന്നില്ല. സ്വഹാബത്തിന് താങ്ങുന്നില്ല ഈ വിഷമം. കാരണം എന്താ? ഇനി തിരിച്ചു പോവാനാ വിളിക്കുന്നത്. അങ്ങനെ തങ്ങളുപ്പാപ്പ വിളിച്ചപ്പോ സ്വഹാബത്ത് എഴുന്നേൽക്കില്ല. തങ്ങൾക്ക് വല്ലാതെ വിഷമമായി. ഒരു സൈഡിൽ വന്ന് ഈ സുഹൈൽ വന്ന് വേദനിപ്പിച്ചു, മറു സൈഡിൽ സ്വഹാബത്തിന്റെ മുഖം കാണുമ്പോൾ തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. രണ്ടാമതും വിളിച്ചു, ഖും യാ സ്വഹാബ. സ്വഹാബത്ത് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ മൂന്നാമത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ വിളിച്ചപ്പോ സ്വഹാബത്ത് എഴുന്നേൽക്കാതിരുന്ന സമയത്ത് അന്ന് ഹബീബിന്റെ കൂടെ, ഹബീബായ തങ്ങളുപ്പാപ്പ എവിടെ പോകുമ്പോഴും ഒരു ഭാര്യ കൂടെ ഉണ്ടാവും. ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ വന്നുകൊണ്ട് തങ്ങളെ വിളിച്ചുകൊണ്ട് രഹസ്യമായി പറഞ്ഞു, തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ പോയി ടെന്റിൽ നിന്ന് ആദ്യം മുടി മുണ്ടനം ചെയ്താൽ, മുടി കളഞ്ഞാൽ സ്വഹാബത്തെല്ലാം ശരി വന്നോളും എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുത്തു. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമത്തോടെ സ്വഹാബത്തിരിക്കുക. തങ്ങൾ പോയി ടെന്റിൽ പോയിക്കൊണ്ട് മുടി കളഞ്ഞു. മുടി അങ്ങ് കളഞ്ഞ് തിരിച്ചു വന്നപ്പോ സ്വഹാബത്ത് ഇത് കണ്ടപ്പോ ഇനി നിവർത്തിയില്ലല്ലോ. സ്വഹാബത്ത് എല്ലാവരും കരഞ്ഞുപോയി. ആ രംഗം കണ്ടപ്പോ എല്ലാ സ്വഹാബത്തും വല്ലാത്ത വിഷമത്തോടെ എഴുന്നേറ്റു. എല്ലാവരും പോയി, എല്ലാവരും തല മുണ്ടനം ചെയ്തു. അങ്ങനെ എല്ലാവരും അറവ് കൊടുത്തു. പിന്നീട് അവർ തിരിച്ച് നേരെ മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ആ സമയത്ത് ഇവിടെ 3 ദിവസമോ 10 ദിവസമൊക്കെ താമസിച്ചിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായി കാണാം. ഏതായാലും അത്രയധികം വല്ലാത്ത വിഷമമുണ്ടായിരുന്ന ആ ഒരു ഹുദൈബിയ സന്ധി നടന്ന പവിത്രമായ ഒരു സ്ഥലമാണ് പ്രിയമുള്ളവരെ ഈ കാണുന്ന കെട്ടിനകത്ത്. അന്ന് ഹബീബായ തങ്ങളും സ്വഹാബത്തും ഇവിടെ വെച്ചുകൊണ്ടാണ് സുഹൈലിന് ഹുദൈബിയ സന്ധിയുടെ കരാറുകൾ എഴുതി കൊടുത്തത്. ഈ കാണുന്ന ഇടത്തിൽ വെച്ചുകൊണ്ടാട്ടാം. ഈ കെട്ടുന്ന അന്നത്തെ ഒക്കെ പിൻകാലത്ത് വന്നതാണ്. അന്നുണ്ടായിരുന്ന സ്ഥലം നമ്മളിവിടെ മനസ്സിലാക്കണം. നമ്മുടെ ഹബീബും സ്വഹാബത്തും വല്ലാതെ വേദനിച്ച മണ്ണായിരുന്നു ഇവിടെ. അതിലുപരി ഹബീബിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ പവിത്രമായ മണ്ണാണ് ഈ കാണുന്ന ഒരു ഏരിയ. സ്വഹാബത്തിന്റെ എല്ലാവരുടെയും കാൽപാദങ്ങൾ പതിഞ്ഞ, ഇവിടെ മാത്രമല്ല 1500 സ്വഹാബത്ത് ഇവിടെ പോകുമ്പോൾ ഞാൻ വേറെ ചരിത്രം കാണിച്ചു തന്നെ, അത്രക്കും ദൂരം വരെ സ്വഹാബത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം വരുമ്പോഴാണ് മക്കം ഫത്ഹ് നടക്കുന്നത്. മക്ക മൊത്തം കീഴടക്കുന്നില്ലേ, ആ മക്കം ഫത്ഹ് നടന്നത് നെക്സ്റ്റ് വർഷം വരുമ്പോഴാട്ടാ. ഏതായാലും അങ്ങനെ സംഭവം നടന്ന സ്ഥലമാണ്. വേണ്ടി ഏൽപ്പിച്ചു.
നമ്മുടെ ഉസ്താദുമാർ പ്രത്യേകം പ്രാർത്ഥന നടത്തി അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ ഈ ഒരു പവിത്രമായ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരൊക്കെ വരിക, കാണുക, അവർ സന്തോഷിക്കുക എന്നറിയുമ്പോൾ നമുക്ക് തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഹിദ്മകൾ ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വിജയം. ഏതായാലും ഇൻഷാ അല്ലാഹ് വരും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ വീഡിയോകൾ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ അത്യാവശ്യം എഫേർട്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ കൂടെ വരുന്ന ഓരോ യാത്രക്കാർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇൻഷാ അല്ലാഹ് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമ്മുടെ യാത്ര അങ്ങനെ അവസാനിച്ചു. ഹുദൈബിയ ചരിത്രങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇഹ്റാം ചെയ്തു. ഇനി നേരെ പരിശുദ്ധ ഹറമിലേക്ക് പോവുകയാണ്. നമ്മുടെ ബസ് അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധമായ ഹറമിലേക്ക് ഞങ്ങൾ പോയി. അവിടുന്ന് അന്ന് തന്നെ ഞങ്ങൾ ഉംറ ചെയ്തു. പോകുന്ന വഴിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ ചെറിയ കുഞ്ഞുങ്ങൾ മനോഹരമായ പാട്ട് പാടുന്നു. നമുക്കൊന്ന് കേട്ടു. അങ്ങുമയങ്ങും മുത്തുറസൂലിൻ ചാരപ്പോയിടണം, അങ്ങയോട് സലാമൊന്ന് ചെല്ലണം എന്നാണോ നീ ബാബിക്ക് നീ ഭാഗ്യം നൽകുന്നത്. കാത്തിരിപ്പാണ് രാവും പകലും തേടിനാൻ. ഇർഹം